ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, ജീവനിൽ അവർ വാഴും. ആത്മമരണം മാറും, ജീവനിൽ അവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 119 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യമാണ്. ശ്രദ്ധിച്ചോട്ടെ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. ഒരു ഉറപ്പുള്ള കാര്യം ഭക്തൻ പറയുക, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം കാലം, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നിടത്തോളം കാലം, അതിനെ പൊതിഞ്ഞു പിടിക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിച്ചു പോകയില്ല. അതൊരു ഉറപ്പാണ്. ദൈവവചനത്തെയാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നേ? ദൈവവചനത്തെയാണോ നിങ്ങൾ സൂക്ഷിക്കുന്നേ? ദൈവവചനത്തെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ്, നിങ്ങൾ ലജ്ജിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം ദൈവവചനമായിരിക്കണം. ആമേൻ. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ദൈവവചനത്തിനകത്തുണ്ടോ? ദൈവവചനം ആ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു? അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഒന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ലജ്ജിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു കൂട്ടം വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവർ ബെരോബയിലെ വിശ്വാസികൾ. അവർ ദൈവവചനം അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിക്കും. ആമേൻ. ഒരു പ്രസംഗം കേട്ടിട്ട് പ്രസംഗകൻ്റെ തിയറിയെയോ ആദർശങ്ങളെയോ ഒന്നുമല്ല അവർ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പ്രസംഗിച്ചത് വചനത്തിനകത്തുണ്ടോ എന്ന് നോക്കും. നമ്മുടെയൊക്കെ ഇടയിൽ ഒരു വലിയ പ്രോബ്ലമുണ്ട്. പല അനുഭവങ്ങൾ പറയാറുണ്ട്, ആ അനുഭവങ്ങളെ വിശ്വസിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ ബേസ്ഡ് ആയിരിക്കുന്നത് ആരുടെയും അനുഭവത്തിലായിരിക്കരുത്. അനുഭവങ്ങൾ മാറി മറിയും. നിങ്ങൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. ആമേൻ. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിലാണ് നിങ്ങൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആ വചനത്തെയാണ് നിങ്ങൾ ഓണർ ചെയ്യുന്നെങ്കിൽ, അതിനെയാണ് നിങ്ങൾ സൂക്ഷിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ലജ്ജിക്കപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ തല ഒരിടത്തും കുനിഞ്ഞു പോകത്തില്ല. നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാനുള്ള ഏക മാർഗം അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്താണ് ഈ വചനം. ഈ വചനത്തെ നിങ്ങൾക്ക് വായിക്കാനും ശ്രദ്ധിക്കാനും പങ്കുവെക്കുവാനും പറ്റുമെങ്കിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ ആരുമില്ല. നിങ്ങൾ വിജയിച്ചവരുടെ എല്ലാ ചരിത്രം നോക്കിക്കേ, അവരുടെ ജീവിതത്തിൽ വചനവുമായി ഭയങ്കര ബന്ധമുണ്ട്. അത് സെക്യുലർ ഫീൽഡിലാണെങ്കിലും ഈ പൊളിറ്റിക്കൽ ഏരിയയിലാണെങ്കിലും ഒക്കെ വലിയ വ്യക്തികളാകുന്നവരുടെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രഥമ സ്ഥാനം ദൈവവചന വായനയ്ക്കുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങൾ ഈ വചനം കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആശയങ്ങളും അനുഭവങ്ങളുടെ പുറകെ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേയേറെ സമയങ്ങൾ പ്രാർത്ഥനയ്ക്കൊപ്പമായിക്കൊള്ളട്ടെ, വചനവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ എത്തണമെന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. യേശു പറഞ്ഞ കാര്യം കേട്ടില്ലേ? എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആണ്. വൻമഴ പെയ്താലും നദികൾ പൊങ്ങിയാലും കൊടുങ്കാറ്റുകൾ വന്നടിച്ചാലും അതിന്മേൽ വന്ന് അലച്ചാലും തകർന്നു പോകത്തില്ല.
ഒഴുകിപ്പോകത്തില്ല. ദൈവത്തിൻ്റെ മഹാകരുണ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കാൻ തന്നെ കാത്തിരിക്കുന്നു. യെസ്, നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ, ഇന്ന് ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ട് നിങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. അതൊരു നിയോഗമായിരിക്കും. നിങ്ങൾ ലജ്ജിക്കത്തില്ല. യെസ്, നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. യേശുവപ്പ, കർത്താവ് വചനം ആധാരമായ ഒരു ജീവിതം പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ വചനത്തിനായ ഒരു ദാഹം വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങൾ വചനത്തിലേക്ക് തിരിക്കുന്നു. യേശുവെ, കർത്താവിൻ്റെ വചനത്തിലുള്ള ശക്തിയും ബലവും ഞങ്ങൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഉയർത്തുന്ന അങ്ങയുടെ വചനത്തിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് പ്രത്യേകിച്ച് രോഗമുള്ളവർ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എന്ത് രോഗമാണെങ്കിലും കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവെ, ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു, ആരോഗ്യം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ. അവർ ഡിവൈൻ ഹെൽത്തും ഡിവൈൻ ഹീലിങ്ങും പ്രാപിച്ച് അവർ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അവരെ ബ്ലെസ് ചെയ്യുന്നു. ദൈവജനത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള കൃപയും അധികാരവും അഭിഷേകവും കർത്താവരുടെ മേൽ പകരണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നു, ഉയർത്തുന്നു. ഒരു ഉന്നതകരമായ ആത്മതലം അവർക്ക് തുറക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ധൈര്യത്തോടെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ യാത്രകൾ, നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തീർക്കാനുള്ള എല്ലാ അസൈൻമെൻറ്റുകളും ചെയ്യുവാൻ കർത്താവ് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം.